കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക, രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെയും ജീവനക്കാരുടെയും തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക, PFRDA നിയമം പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സീന PR അധ്യക്ഷത വഹിച്ചു. ഗമറൂസൻ TT, സനീഷ് T തോമസ്, KV പുഷ്പജ, സാജൻ VP എന്നിവർ സംസാരിച്ചു. വലിയ നിലയിലുള്ള കുടിയേറ്റം പല മേഖലയിലും കണ്ടിട്ടുണ്ട്. നഴ്സിംഗ് മേഖലയിൽ ഇന്ന് വലിയ നിലയിൽ കാണുന്നു. പക്ഷേ ഈ കണക്കുകൾ പറയുമ്പോൾ ഇപ്പോൾ കേരളത്തേതിനേക്കാൾ കൂടുതലായിട്ട് ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് നഴ്സിംഗ് മേഖലയിൽ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നാം നഴ്സിംഗ് മേഖലയോട് പൊതുവിൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയത്തെക്കുറിച്ചുള്ള ഒരു പരിശോധന നമ്മളിവിടെ നടത്തേണ്ടതുണ്ട്. നഴ്സിംഗ് മേഖലയിൽ നൽകേണ്ടുന്ന പരിഗണന യൂണിയൻ ഗവൺമെന്റ് നൽകുന്നുണ്ടോ? യൂണിയൻ ഗവൺമെന്റ് എങ്ങനെയാണ് ആ മേഖലയെ നോക്കിക്കാണുന്നത്? നഴ്സിംഗ് മേഖലയിൽ ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള അന്തരം എന്താണ്? നഴ്സുമാർക്ക് ഈ നാട്ടിൽ ആശുപത്രികളിൽ നൽകേണ്ടുന്ന പരിഗണന ലഭിക്കുന്നുണ്ടോ? അത് വേതനമായി, പദവിയായി, സാമൂഹ്യ അന്തസ്സായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കുമ്പോൾ വേണ്ടത്ര ഇല്ല എന്നുള്ള ഉത്തരം തന്നെയാണ് നമുക്ക് മുമ്പിലുള്ളത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി. എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS Gold പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS Goldന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.